ഉത്തർപ്രദേശിൽ ആഗ്ര പോലീസ് അറസ്റ്റ് ചെയ്ത മതപരിവർത്തന റാക്കറ്റിന് അന്താരാഷ്ട്ര ഭീകരബന്ധം പാകിസ്ഥാനിലുള്ളവരുമായി ആശയവിനിമയം നടത്തിയതിനും വിദേശ പണം സ്വീകരിച്ചതിനും തെളിവുകൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു. പ്രധാന പ്രതി അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിൽ നിരവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റിയെന്നും കണ്ടെത്തൽ. ആഗ്രയിൽ പിടിയിലായ മതപരിവർത്തന റാക്കറ്റിലെ പ്രധാനി അബ്ദുൾ റഹ്മാൻ ഉൾപ്പെടെ 14 പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സോഷ്യൽ മീഡിയ, ഓൺലൈൻ ഗെയിമുകൾ വഴി പാകിസ്ഥാനിലുള്ളവരുമായി ആശയവിനിമയം നടത്തി. ഡെഹ്റാഡൂൺ, ഉത്തർപ്രദേശിലെ ബറേലി, അലിഗഡ്, റായ്ബറേലി, ഹരിയാനയിലെ ഝജ്ജാർ, റോഹ്തക്, ഡൽഹി എന്നിവിടങ്ങളിൽ നിന്ന് നിരവധി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇസ്ലാമിലേക്ക് മതം മാറ്റി. പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നതിനായി പാകിസ്ഥാനിലുള്ളവർക്ക് പരിചയപ്പെടുത്തി. മതപരിവർത്തന റാക്കറ്റിന് വിദേശ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. जो जितने भी हमारी विक्टिम थी उन लोगों को जो प्रीच देने वाले लोग थे वो सब पाकिस्तान के जो इन्फ्लुएंसर थे और वहां से जो डिफरेंट जो माइक्रो ब्लॉगिंग साइट्स पर और मीडिया जो डिफरेंट और मीडिया के साधन है उसके द्वारा इन लोगों को प्रीच करते थे, इन लोगों को इस्लामिक शिक्षा देते थे और इन लोगों को धर्म परिवर्तन के लिए प्रेरित करते. ഡൽഹി സ്വദേശിയായ അബ്ദുൾ റഹ്മാന്റെയും ഇസ്ലാമിലേക്ക് മതം മാറിയ ഗോവ സ്വദേശി ആയിഷയുടെയും നേതൃത്വത്തിലാണ് മതപരിവർത്തന റാക്കറ്റ് പ്രവർത്തിച്ചത്. മതം മാറാൻ സാധ്യതയുള്ള പെൺകുട്ടികളെ ഗ്രൂപ്പിലെ മുസ്ലിം ആൺകുട്ടികൾക്ക് പരിചയപ്പെടുത്തുമെന്നും ആൺകുട്ടികളെ മതം മാറ്റാൻ തീവ്ര മതപ്രസംഗങ്ങളും പുസ്തകങ്ങളും ഉപയോഗിക്കുമെന്നും അബ്ദുൾ റഹ്മാൻ മൊഴി നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഉമ്മത്ത് എന്ന് പേര് നൽകിയ മതപരിവർത്തന റാക്കറ്റിന്റെ ഭാഗമായി നിരവധി വ്യക്തികൾ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇയാൾ പോലീസിനോട് വ്യക്തമാക്കി. 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള അബ്ദുൾ റഹ്മാനെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. ജനം, ഡൽഹി.